ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഡ്രസ്സിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ഇതുപോലത്തെ സ്പോഞ്ച് കപ്പാണ്. നമ്മൾ എടുത്തിട്ടുള്ള സ്പോഞ്ച് കപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മളിതിൽ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതുപോലത്തെ ഐറ്റം വെച്ച് നമ്മുടെ ചാനലിൽ വേറെ ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇത് വെച്ച് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി. പിന്നീട് നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ് വേണ്ടത്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഇത് ഒട്ടിച്ചെടുക്കണം. നമുക്കത് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കതിന്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ നമുക്കിതൊരു ഫ്ലവർ ബാസ്ക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മളിതിൽ മുഴുവനായും ഓറഞ്ച് കളർ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഓറഞ്ച് കളർ പെയിന്റ് കൊടുത്തെടുത്തു. നമ്മളിതിൽ പേന വെച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഈ ഭാഗങ്ങളിൽ നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. ഇതുപോലെയാണ് നമ്മൾ ബ്ലാക്ക് കളർ പെയിന്റ് അതിൽ കൊടുത്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അതിന്റെ താഴെയായിട്ട് വൈറ്റ് കളർ പെയിന്റ് വെച്ച് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ബ്രഷിന്റെ ബാക്ക് വശം വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ കപ്പ് അതിൽ നിന്നും എടുത്തു മാറ്റുന്നവരുണ്ടാവും. അതൊക്കെ മതി നമ്മുടെ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയത് വാങ്ങിക്കൊന്നും വേണ്ട, തയ്ക്കുന്നവരുടെ അടുത്തൊക്കെ ഉണ്ടാവും ഇതുപോലത്തെ കപ്പ്. ഇനി നമ്മൾ ഇവിടെ ഇതുപോലത്തെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ നമ്മളതിൽ മുഴുവനായും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കണം. ഇതുപോലെ ന്യൂസ് പേപ്പർ ചുരുട്ടി അതിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നിറയെ ന്യൂസ് പേപ്പർ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ അതിനകത്തേക്ക് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിലൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ഗ്രീൻ കളർ പെയിന്റാണ് നമ്മൾ അതിൽ കൊടുത്തെടുക്കുന്നത്. നമ്മൾ അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള ന്യൂസ് പേപ്പറിൽ മുഴുവനായും പെയിന്റ് കൊടുത്തെടുത്തതിന് ശേഷം നമുക്കത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. പിന്നീട് നമ്മളിവിടെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പേപ്പർ സ്ട്രോയും എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ നിന്നും നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇലകൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പേപ്പർ സ്ട്രോ വെച്ച് നമുക്ക് അതിലേക്കുള്ള പൂക്കളും ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ ഓരോ ഇലയും കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് പോലത്തെ ഇലകൾ തന്നെ വേണം എന്നൊന്നുമില്ല. നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കുന്ന അതുപോലത്തെ ഇലകളായാലും മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ ഒരു ഇല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറേ ഇലകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് പേപ്പർ സ്ട്രോ വെച്ച് കുറച്ച് പൂക്കൾ ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ഒരു പേപ്പർ സ്ട്രോ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകൾ വെച്ച് എങ്ങനെയാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം.
ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും വെച്ച് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അത് മുഴുവനായി മുറിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. നമ്മളത് മുഴുവനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെ കുറേ പൂക്കൾ നമ്മളിവിടെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ പല കളറിലുള്ള തെർമോക്കോൾ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പർ സ്ട്രോ വെച്ച് നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണിത്. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പൂക്കളിൽ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ അതിലേക്ക് ഇലകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഓരോ ഇലകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇലകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളും നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ പൂക്കളെല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ചുമരിലൊക്കെ വെക്കാം. ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.